എല്ലാ പക്ഷികളിലും വെച്ച് തന്നെ ശകുനശാസ്ത്രത്തിൽ സൗഭാഗ്യത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന പക്ഷി. ചകോരമെന്നും ചെമ്പോത്തെന്നും ഈശ്വരൻ കാക്ക എന്നുമൊക്കെയായി പല പേരുകളിലായി ഓരോ സ്ഥലങ്ങളിലും ഇവ അറിയപ്പെടുന്നു. ഇവ വളരെയേറെ ഭാഗ്യവുമായി എത്തുന്ന പക്ഷികളാണ് എന്നതുപോലെ തന്നെ കർഷകരുടെ മിത്രങ്ങൾ കൂടിയാണ് ഇവർ. കാരണം എപ്പോഴും പുരയിടങ്ങളിലും കൃഷിസ്ഥലങ്ങളിലുമൊക്കെയായി ഇവ ചുറ്റിക്കറങ്ങുന്നത് കാണാം. അതായത് മറ്റൊന്നിനുമല്ല, കൃഷിയിടങ്ങളിലെ ചെറുപ്രാണികളെയും പുഴുക്കളെയും ഒക്കെയാണ് ഇവ ആഹാരമാക്കുന്നത്. മാത്രമല്ല ഇവ പാത്തും പതുങ്ങിയും നമ്മുടെ പുരയിടങ്ങളിലൂടെ നടക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷവും പോസിറ്റീവ് എനർജിയുമാണ് നൽകുന്നത്. കാരണം ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഒരു പക്ഷിയാണ് ഇവ. എന്നാൽ ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടാൽ ആ കാണുന്ന സമയത്തിനനുസരിച്ച് അവ നൽകുന്ന ചില ശകുനങ്ങൾക്കനുസരിച്ചും അച്ചിട്ടായി മനുഷ്യജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ചില പ്രത്യേക സമയങ്ങളിലാണ് ഉപ്പൻ എന്ന പക്ഷിയെ നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് ഇരട്ടി ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും വരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. എത്രയൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഉപ്പനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശുഭകരമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നതാണ് വാസ്തവം. അത്തരത്തിൽ ശകുനശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഉപ്പനെ കണ്ടാൽ മഹാഭാഗ്യമായി കണക്കാക്കപ്പെടുന്ന ചില സമയങ്ങളെ പറ്റിയും അത്തരത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന അനുഭവങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഈ ഉപ്പൻ എന്ന പക്ഷി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വളരെയധികം ലഭിച്ചിട്ടുള്ള ഒരു പക്ഷിയാണെന്നും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ വാഹനമാണെന്നും വിശ്വാസമുണ്ട്. അതായത് വിഷ്ണുവിൻ്റെ പ്രധാന വാഹനമായി കണക്കാക്കപ്പെടുന്നത് ഗരുഡനാണെങ്കിലും ഗരുഡൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ് ഉപ്പനെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ വിഷ്ണു പ്രീതിയുടെ അടയാളം കൂടിയാണ് ഈ ഉപ്പൻ എന്ന പക്ഷി. അതിലെല്ലാം ഉപരിയായി സാക്ഷാൽ കുചേലൻ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് എത്തിയതും ഈ ചകോരം എന്ന പക്ഷിയെ ശകുനം കണ്ടിട്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടതിനു ശേഷമാണ്. ഈ പുരാണങ്ങളിലെ വിശ്വാസങ്ങളെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ പല വ്യക്തികൾക്കും ഈ ഉപ്പൻ എന്ന ഭാഗ്യപക്ഷിയെ കണ്ടതിനു ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിരവധിയാണ്. ഇനി ഈ ചകോരം എന്ന പക്ഷിയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുപരിസരത്തോ ചുറ്റുപാടുകളിലോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമായി കണക്കാക്കാവുന്ന സമയങ്ങളെപ്പറ്റി നോക്കാം. ഇതിൽ ഒന്നാമതായി നിങ്ങൾ ഉപ്പൻ എന്ന ഭാഗ്യപക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്ന ഒരു സമയമാണ് രാവിലെ സൂര്യോദയത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ദിവസം തുടങ്ങുവാൻ പോകുന്നതിന് മുൻപായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴോ ചുറ്റുപാടും നോക്കുമ്പോഴോ ഒക്കെയായി ഒന്നോ അതിലധികമോ ഉപ്പൻ എന്ന പക്ഷിയെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ ഒരു ഭാഗ്യം നിറഞ്ഞ അനുഭവമോ സന്തോഷ വാർത്തയോ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിൽ പുലർച്ചെ സൂര്യോദയ സമയത്തിനോട് അടുത്ത് ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടും
ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതും അർത്ഥമാക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ പക്ഷിയെ കാണുവാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുകയും എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഇരട്ടി ഭാഗ്യം വന്നു ചേരുവാൻ കാരണമാകും. ഒപ്പം തന്നെ ഇത്തരത്തിൽ സൂര്യോദയ സമയത്താണ് നിങ്ങൾ ഉപ്പനെ കാണുന്നതെങ്കിൽ ഉടനടി നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മനസ്സിൽ ചിന്തിക്കുകയും ഒരു 3 സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയോട് ആ കാര്യം വേഗത്തിൽ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉടനടി അതിന് ഫലം കാണുവാൻ കഴിയും. ഇനി രണ്ടാമതായി, ഉപ്പനെ കണ്ടാൽ വളരെയധികം ഗുണകരമായി കണക്കാക്കപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസത്തിൽ ആദ്യമായി എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടുവാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഉപ്പനെ കാണുകയാണെങ്കിലാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകുന്നത് ജോലിക്കോ അതല്ല വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പഠിക്കുവാൻ സ്കൂളിലേക്കോ അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായോ ഏതെങ്കിലും യാത്രകൾക്കായോ ഒക്കെ ആയിരിക്കും. അങ്ങനെ എന്ത് കാര്യത്തിനുമാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന യാത്രയ്ക്ക് മുന്നോടിയായാണ് നിങ്ങൾ ഉപ്പൻ എന്ന പക്ഷിയെ കാണുന്നത് എങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യം ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെന്നും അതോടൊപ്പം തന്നെ കാര്യവിജയം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. മാത്രമല്ല ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന യാത്രയിൽ നിങ്ങൾ പൂർണ്ണ സുരക്ഷിതരായിരിക്കും എന്നും ഒരു വിധത്തിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നും ഇത്തരത്തിൽ ഉപ്പനെ ശകുനം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇതിൽ തന്നെ നിങ്ങൾ ഉപ്പനെ ശകുനം കണ്ടിട്ട് ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടവയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളും ധനം നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമായിരിക്കും ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമതായി, ഈ ചകോരം അഥവാ ഉപ്പൻ എന്ന പക്ഷിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിവിശിഷ്ടമായി കരുതപ്പെടുന്ന സമയമായിട്ട് വരുന്നത് വൈകുന്നേരം സൂര്യാസ്തമയ സമയമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചില പ്രിയപ്പെട്ടവരുമൊത്ത് ഇരിക്കുകയോ ചെയ്യുന്ന സമയത്താണ് ഉപ്പനെ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ശുഭകരമായ കാര്യം ഉടനടി നടക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ സമ്പത്തിൻ്റെ വർധനവ്, കുടുംബത്തിൻ്റെ പുരോഗതി, കുടുംബത്തിൽ ഐശ്വര്യം എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ ഉപ്പൻ എന്ന പക്ഷിയെ സന്ധ്യാസമയത്ത് ഇത്തരത്തിൽ കാണുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി അടുത്തതായി, ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാന കോണിലാണ് നിങ്ങൾ ഉപ്പൻ അഥവാ ചകോരത്തെ കാണുന്നതെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ദൈവികതയെയും പോസിറ്റീവ് ഊർജത്തെയുമാണ്. അതായത് നിങ്ങളുടെ വീടിന് വളരെയധികം ഈശ്വരാധീനം വന്നിരിക്കുന്നു എന്നും ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മി ചൈതന്യം കൊണ്ടുള്ള എല്ലാവിധ ഉയർച്ചകളും നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നു എന്നുള്ളതും ഇത്തരത്തിൽ ഈ ഭാഗ്യപക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത്
പെട്ടെന്ന് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുൻപിലേക്ക് ഒരു ചകോരം പറന്നു വന്ന് ഇരിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതൊക്കെയോ വ്യക്തികൾ അതിഥികളായി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാൻ പോകുന്നു എന്നും, അതല്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശുഭവാർത്തയോ ചില മംഗളകാര്യങ്ങളോ നിങ്ങളുടെ വീടുകളിൽ നടക്കുവാൻ പോകുന്നു എന്നതുമാണ്. ഈ ഒരു അനുഭവം പല വ്യക്തികൾക്കും ഉണ്ടായിട്ടുള്ളതുമായിരിക്കും. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വീടിൻ്റെ പ്രധാന വാതിലിന് മുൻപിൽ ഉപ്പൻ വന്ന് ഇരുന്നപ്പോഴൊക്കെ തന്നെ ആരെങ്കിലും അതിഥികളായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി വീടിൻ്റെ ചുറ്റുപാടും മുൻഭാഗത്തുമൊക്കെയായി ഉപ്പനെ കാണുന്നതിന് പകരമായി എപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് ഉപ്പൻ പറന്നു വന്നിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ സമ്പത്തും സുഖസൗകര്യങ്ങളും നിലനിൽക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതായത് വരുന്ന സമ്പത്തൊക്കെ നശിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകാതെ നിങ്ങളിലേക്ക് വരുന്ന ധനവും സമ്പത്തുമെല്ലാം നിങ്ങളുടെ ഭാവിയിലേക്ക് കരുതി വയ്ക്കുവാൻ നിങ്ങളാൽ കഴിയുകയും നിങ്ങളുടെ കുടുംബം പുരോഗതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നതാണ് ഇത്തരത്തിൽ ഉപ്പൻ വീടിൻ്റെ മേൽക്കൂരയിൽ വന്ന് എപ്പോഴും ഇരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നേരെ മറിച്ച് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഉപ്പൻ എന്ന പക്ഷിയെ കാണുന്നത് എന്നിരിക്കട്ടെ, അതൊരു പക്ഷേ നിങ്ങൾ നേരിടുന്ന പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളോ കടബാധ്യതകളോ കുടുംബത്തിൽ സമാധാനമില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളോ എന്തുമാവാം. അത്തരത്തിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയിലായിരുന്നാലും ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഉപ്പൻ എന്ന ഭാഗ്യപക്ഷിയെ കാണുകയാണെങ്കിൽ ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ അകലുകയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ശുഭകരമായ ഒരു സൂചനയായി കണക്കാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ സമയങ്ങളിലോ സാഹചര്യങ്ങളിലോ ഒക്കെയാണ് നിങ്ങൾ ചകോരത്തെ കാണുന്നത് എങ്കിൽ അത് എന്തുകൊണ്ടും വിശിഷ്ടമായ എന്തൊക്കെയോ കാര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചകോരം അഥവാ ചെമ്പോത്ത് എന്ന പക്ഷിയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.